എല്ലാവർക്കും നമസ്കാരം. ബേസിക്കലി ഞാനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്, ഒരു ട്രെയിനറാണ്. കുങ്ഫു, വുഷു, അതുപോലെ ബോക്സിങ്, കിക്ക് ബോക്സിങ്, മിക്സ് ബോക്സിങ്, യോഗ തുടങ്ങിയിട്ടുള്ള ആർട്ടുകൾ വർഷങ്ങളായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വെക്കേഷൻ ടൈമിൽ ഒരു അഡ്മിഷൻ വന്നു. അടുത്ത ദിവസം ആ കുട്ടി വന്ന് ക്ലാസ്സിൽ ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ ട്രെയിനിങ് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. നല്ല അത്യാവശ്യം ജെനറ്റിക്കായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു കുട്ടിയാണ്. അതിനുശേഷം ആ കുട്ടി അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മോളെ ഇതാ ആദ്യമായിട്ട് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് ബോഡി പെയിൻ ഉണ്ടാവും, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നതൊക്കെ പറഞ്ഞാൽ വിട്ടത്. പക്ഷേ അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അവരുടെ പേരൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞത് അവർക്കത് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. വെച്ചാൽ ബോഡി പെയിൻ ആണ്, അപ്പോൾ അതുകൊണ്ട് നിർത്തുവാണ്, അവർക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ചെയ്ത് വിടുന്നില്ല എന്നോട് പറഞ്ഞു. ചെറുപ്പത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനെല്ലാം രക്ഷിതാക്കളുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പല പേരൻസും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിയുടെ കാര്യം, അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമല്ല, ശരി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിർമ്മിച്ച് വിടുന്നില്ല. ഓക്കെ, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അതേ സമയത്ത് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ വിടാതിരിക്കുമോ? ഒരിക്കലുമില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുമുള്ള ധാരണ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട്. അതുപോലെ തന്നെയാണ് സ്വന്തം ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോയാലും ഏത് മേഖലയിൽ പോയാലും ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കുക, ഒരു ആർട്ട് പഠിച്ചിരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെല്ലാം ഒരു പ്രായം കഴിഞ്ഞാൽ നേരിടേണ്ടി വരും. ഇതിനെയൊക്കെ നേരിടാനാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ നിസ്സാരമായ ഒരു ബോഡി പെയിൻ വന്നു, അതിനെ അതിജീവിക്കാൻ പറ്റാത്തൊരു കുട്ടി എങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും? ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ്റെ അത്രയും തന്നെ പ്രാധാന്യം ഹെൽത്തിനും അതുപോലെ സെൽഫ് പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിനും ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ്.